ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അഡീനിയം പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു വീഡിയോ. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇപ്പോൾ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, വെയിലടിക്കുന്നു. അത് കാരണം ഇലകളെല്ലാം ചീഞ്ഞു പോയി, ഇലയെല്ലാം നല്ല യെല്ലോ കളറായി, തണ്ടൊക്കെ ചീഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ്സ് എല്ലാം ഒന്ന് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഡീപ്പ് പ്രൂണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു പ്ലാന്റാണ് ഒന്ന് പ്രൂൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം പ്രൂൺ ചെയ്യാനായിട്ട് ഒരു നല്ല മൂർച്ചയുള്ള ഒരു കത്തിയോ ബ്ലേഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അതൊന്ന് സാനിറ്റൈസറോ അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. അതിലെ ഈ ജേംസും അണുക്കളൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടും പ്ലാന്റ്സിന് ഈ നമ്മൾ കട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉപയോഗിച്ച് ഒരു ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തണ്ടിൻ്റെ താഴത്ത് വെച്ച് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ആ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണെങ്കിൽ ആ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് കട്ട് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ തണ്ടുകളും മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തതിൻ്റെ താഴെ വെച്ച് തന്നെ പുതിയ തളിരും ഇലകളൊക്കെ വരുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം ഞാനൊരു ആൻറ്റി ഫംഗൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാഫിൻ്റെ ആൻറ്റി ഫംഗൽ പൗഡറാണ്. അതൊരു കുറച്ചൊരു പാത്രത്തിലോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തിരുന്ന ഭാഗത്തെല്ലാം അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തും പിന്നെ ആ തണ്ടിൻ്റെ അവിടെയായിട്ട് കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചീഞ്ഞു പോകാതെ നമുക്ക് നോക്കാൻ പറ്റും. ഈ പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം ചീഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ടെറസിൻ്റെ ബാൽക്കണിയുടെ അടുത്തായിട്ടാണ് ഈ അഡീനിയം പ്ലാന്റ്സ് എല്ലാം വെക്കുന്നത്. അവിടെ നല്ല വെയിലും മഴയൊക്കെ കൊള്ളുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ യെല്ലോ കളർ ലീഫായിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറിങ്ങും ഭയങ്കര കുറവാണ്. അപ്പോൾ ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ പ്ലാന്റ്സും ഞാൻ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് സാഫ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ പ്ലാന്റിൽ കണ്ടോ, ഈ അഡീനിയംസിൻ്റെ സീഡ് നിങ്ങൾക്ക് കാണാം. അത് മെച്ചുറായിട്ടില്ല. അപ്പോൾ ആ ഒരു തണ്ട് മാത്രം ഞാൻ കട്ട് ചെയ്യുന്നില്ല. അത് മെച്ചുറായതിന് ശേഷം അതിൻ്റെ സീഡ് നമുക്ക് എടുത്തിട്ട് ആ ഒരു തണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആ സീഡിട്ട് മുളപ്പിച്ചാൽ മാത്രമേ ഈ അഡീനിയത്തിൻ്റെ കോഡെക്സ്, അതായത് ആ ബേസിലായിട്ട് വരുന്ന പോർഷൻ നല്ല തിക്കായിട്ട് നല്ല ബൾക്കി ആയിട്ട് വരത്തുള്ളൂ. ഒരു ബോൺസായി ലുക്കൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബേസ് നല്ല കട്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കാണത്തുള്ളൂ. ഇതിൻ്റെ ഈ കട്ട് ചെയ്തതിൻ്റെ എല്ലാം തണ്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ പൊടിപ്പിക്കാം. പക്ഷേ സക്സസ് ആവുന്ന റേറ്റ് കുറച്ച് കുറവാണ്. കാരണം മിക്ക പ്ലാന്റ്സും ചീഞ്ഞ് പോകാറുണ്ട്. പക്ഷേ എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബേസിൽ ആ ഒരു കോഡെക്സ് വരത്തില്ല. ഇതാണ് ഞാൻ വെട്ടിക്കൂട്ടിയ എൻ്റെ അഡീനിയത്തിൻ്റെ എല്ലാ സ്റ്റെമ്മുകളും. ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് കൊക്കോപീറ്റിലോ അല്ലെങ്കിൽ വെറും മണലിൽ വെച്ചൊക്കെ പൊടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇപ്പോൾ എൻ്റെ അഡീനിയം കളക്ഷൻസിൻ്റെ എല്ലാം അവസ്ഥ. ഇതെല്ലാം ഒന്ന് പുതിയ തളിരൊക്കെ വന്ന് പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റായി ഫ്ലവർ ഇടുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ചെറിയൊരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ എങ്ങനെ ഇടുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.